കളർക്കോട് തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ നാടിന് നഷ്ടമായത് 5 മെഡിക്കൽ വിദ്യാർത്ഥികളെ. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവർ, പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബം, സഹപാഠികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും നടന്നവർ എന്നേക്കുമായി യാത്രയായി. മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിന്റെ സാന്നിധ്യം, വെളിച്ചക്കുറവ്, ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനത്തിന്റെ പഴക്കം എന്നീ കാരണങ്ങളാണ് അപകടത്തിന് കാരണമായതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആലപ്പുഴ RTO പറയുന്നു. 7 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന കാറിൽ ഉണ്ടായിരുന്നത് 11 പേർ. വാഹനം ഓടിച്ച ആൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം മാത്രം. വാഹനം റോഡിൽ നിന്ന് തെന്നിയപ്പോൾ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. KSRTC ഡ്രൈവറെ പ്രതി ചേർത്താണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് ശേഷം KSRTC ഡ്രൈവറെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രം. അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പോലും ഷെയ്ൻ ആ കൂട്ടത്തിൽ ഉള്ളതാണെന്ന് മനസ്സിലായില്ല. കാർ പൊളിച്ചു അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാനും ആശുപത്രികൾ എത്തിക്കാനുമുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. അപകടം നടന്ന വാഹനത്തിന്റെ അടുത്ത് നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ ഷെയ്നിന് കഴിഞ്ഞുള്ളൂ. അതുവഴി പോയ വാഹനത്തിന് കൈകാട്ടി ഹോസ്റ്റലിലെത്തി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ നിൽക്കുന്ന നിമിഷം. 10 പേർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തിയത്. എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ് ഷെയ്ൻ കൂടെ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഷെയ്നിനു വേണ്ടിയുള്ള അന്വേഷണവും തുടങ്ങിയത്. ഒടുവിൽ ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി. ആരോടും ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്ൻ. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ. കോഴിക്കോട് സ്വദേശി അശ്വന്തിന് വീട്ടിൽ നിന്ന് വന്ന ഫോൺ കോളാണ് ഭാഗ്യം തുണച്ചത്. കോൾ നീണ്ടുപോയപ്പോൾ അവരോട് എത്തിക്കൊള്ളാമെന്നും പറഞ്ഞു. മറ്റൊരു സുഹൃത്തായ ദേവ്ദീപിന്റെ കൂടെ ബൈക്കിൽ കുറച്ചു സമയത്തിനു ശേഷം പുറപ്പെട്ടു. അപകടം നടന്ന ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പോയത് ടബേരയിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് അടുത്തുപോയി നോക്കി. അവിടെ രക്ഷാപ്രവർത്തകർ കാർ വെട്ടിപ്പൊളിച്ച് ഉള്ളിലുള്ളവരെ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ആരെയും ഇരുവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽപ്പെട്ടത് കൂട്ടുകാരല്ല എന്ന നിഗമനത്തിൽ അവർ തിരിച്ചു പോന്നു. പോകുന്ന വഴിയെല്ലാം അവർ എവിടെ എത്തി എന്നറിയാൻ വിളിച്ചുകൊണ്ടിരുന്നു. ആരും ഫോൺ എടുത്തില്ല. എല്ലാവരും ഒരുപോലെ ഫോൺ എടുക്കാതിരുന്നപ്പോൾ സംശയം തോന്നി കോളേജിലേക്ക് തിരിച്ചു. പുറത്ത് ശ്രീദീപിനെ കിടത്തിയത് കണ്ടപ്പോഴാണ് സുഹൃത്തുക്കളാണ് അപകടത്തിൽ പെട്ടതെന്ന് ഇവർക്ക് മനസ്സിലായത്. കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം വേദനാജനകമായ കാഴ്ച. വീട്ടുകാരെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല.